നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുകേഷിന്റെ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞു വോട്ട് മേടിക്കാൻ പാർട്ടി പറഞ്ഞുവിട്ട ചിന്ത പടിക്കൽ കലമിട്ടുടച്ചു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മരുന്നില്ല, ഇഞ്ചക്ഷനില്ല, IV സെറ്റില്ല, ആംബുലൻസ് ഇല്ല എന്ന് ജനങ്ങൾ പൊതുമധ്യത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ DYFI അവിടെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചിന്ത ആവേശത്തിൽ കത്തിക്കയറിയത് 8ന്റെ അല്ല 16ന്റെ പണിയാണ് CPMന് വെച്ചിരിക്കുന്നത്. ഇതിലും ഭേദം ജയിക്കിനെ വിട്ടാൽ മതിയായിരുന്നുവെന്ന് MV ഗോവിന്ദൻ കരയുന്നത്. കൊല്ലത്ത് CPMന്റെ എക്കാലത്തെയും എതിരാളി NK പ്രേമചന്ദ്രനാണ്. അദ്ദേഹത്തെ ഒന്ന് തൊടാൻ ഇതുവരെ CPMന് കഴിഞ്ഞിട്ടില്ല. പിണറായിയുടെ അന്ത്യാഭിലാഷം കൊല്ലത്ത് നിന്ന് ഒന്ന് പ്രേമചന്ദ്രനെ തോൽപ്പിക്കണമെന്നതാണ്. പക്ഷേ നടക്കുന്നില്ല. ഇക്കുറി മുകേഷിനെ നിർത്തി ഒരു പരീക്ഷണമാണ് നടത്തുന്നത്. അതിനിടയിലാണ് ചിന്താ ജെറോം കയറി തോൽപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ മുകേഷിനെ ജയിപ്പിക്കാനാണോ അതോ തോൽപ്പിക്കാനാണോ ചിന്തയെ പാർട്ടി അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നാണ് പരിഹാസം വരുന്നത്. ചിന്തയുടെ ആന മണ്ടത്തരം കൊണ്ട് ഇക്കുറി CPMകാർ പോലും പ്രേമചന്ദ്രനെ വോട്ട് ചെയ്യത്തുള്ളൂ. ചിന്ത കാരണം എയറിലാണ് CPM. ജനങ്ങൾ അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന് കൊല്ലം MLAക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചിന്ത തന്നെ അങ്ങ് സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ 6 മണിക്ക് ശേഷം വരുന്ന രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നു. കൊല്ലം കോർപ്പറേഷനിൽ 3 ആംബുലൻസ് ഉണ്ട്, അതും 6 മണിക്ക് ശേഷം വിട്ടുതരില്ല തുടങ്ങിയ ഒരുപാട് പരാതികളാണ് ജനങ്ങൾ പറഞ്ഞത്. അതായത് അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ വിഷയത്തിലാണ്. ആർക്കെങ്കിലും ഒന്ന് വയ്യാതെ വന്നാൽ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചികിത്സ നൽകാൻ മതിയായ ഒരു സംഭവങ്ങളും സംവിധാനങ്ങളും ഇല്ല എന്ന് ജനങ്ങൾ തന്നെയാണ് തുറന്നു പറയുന്നത്. ഇത്തരത്തിൽ ജനങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ആധികാരികമായി പറഞ്ഞപ്പോൾ ചിന്താ ജെറോം വലിയ കോമഡിയാണ് അതിലേറെ ഗൗരവത്തിൽ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോഴാണ് പൊതിച്ചോറ് കൊടുക്കുന്ന ഡയലോഗ് ചിന്ത അടിച്ചത്. ചാകാൻ കിടക്കുമ്പോൾ ചികിത്സയല്ലേ ചിന്ത വേണ്ടത്, അല്ലാതെ പൊതിച്ചോറാണോ എന്നാണ് ട്രോള് വരുന്നത്. കോമഡി അതല്ല, വലിയ ആധികാരികമായാണ് ചിന്ത മണ്ടത്തരം പറയുന്നത് എന്നുള്ളതാണ്. എന്നിട്ടും ഒരു ലെവലേശം ഉളുപ്പില്ലാതെ അതിൽ തന്നെ കടിച്ചു തൂങ്ങിക്കിടന്ന് വായിട്ടലയ്ക്കും. നിങ്ങൾ മലയാള സിനിമ എടുത്തു നോക്കൂ. കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ അദ്ദേഹം എന്ന് ചിന്ത ഒരു ഡയലോഗ് അടിച്ചു. അതും കൊണ്ട് പാർലമെന്റിൽ പോയിട്ട് എന്ത് പ്രയോജനമാണെന്ന് ചിന്തയോട് നേരിട്ട് ചോദിച്ചപ്പോൾ അണ്ണാക്കിലെ പിരി വെട്ടിപ്പോയി. സത്യത്തിൽ ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയാമോ? ചിന്തയെ പോലെയുള്ള ഒരു കൂട്ടർ ഈ പാർട്ടിയിലുണ്ട് എന്നുള്ളതാണ്. DYFIയിലൊക്കെ ഉള്ളത് ഇതേ ടൈപ്പിലുള്ള കുറേ ആൾക്കാരാണ്. ജയിക്കിനെയൊക്കെ കണ്ടിട്ടില്ലേ? പുള്ളിക്കാരൻ വന്ന് നിന്ന് തോറ്റ് തൊപ്പിയിട്ടാലും ഒരൊറ്റ ചിരിയാണ്. ചിരിച്ച് തള്ളി മറിച്ചുകൊണ്ട് നിൽക്കും. തൊലിക്കട്ടി അപാരമാണ് ഇവരുടെയൊക്കെ. വികസനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പൊതിച്ചോറിനെക്കുറിച്ച് പറയുന്നത് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ്. പ്രേമചന്ദ്രനെ എന്താവശ്യത്തിന് വിളിച്ചാലും അദ്ദേഹം കൊല്ലംകാർക്ക് അവൈലബിൾ ആണ് എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്നു. എന്നാൽ മുകേഷിനെ വിളിച്ചാലോ കുറെ തെറി കേൾക്കാമെന്നും ഒരു ഡയലോഗ് വന്നിരുന്നു. ഈ ഡയലോഗ് വന്നതോടെ ചിന്തയുടെ അടപ്പിളകിപ്പോയി. പരിപാടിക്ക് വന്നവരെല്ലാം ചിന്തയെ എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ട്. മുകേഷിനെ പൊക്കിയടിക്കാൻ പോയിട്ട് ചുരുട്ടി കൂട്ടി താഴെ അടിക്കാനുള്ള വക ഇട്ട് കൊടുത്തിട്ടാണ് ചിന്താ ജെറോം തിരികെ പോകുന്നത്. ഇതോടെ കട്ടക്കലിപ്പിലല്ല കലിതുള്ളി നിൽക്കുകയാണ് മുകേഷ്. MV ഗോവിന്ദനും ചിന്തയോട് പൊട്ടിത്തെറിക്കുന്നു.